അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു ജ്ഞാനി ഇപ്രകാരം പറഞ്ഞു: ലാ തന്തം അലാ നിയ്യത്തിക്ക സ്വാദിഖത്തി. നിൻ്റെ സത്യസന്ധമായ നിയ്യത്തിൻ്റെ പേരിൽ, നിൻ്റെ നിർമ്മലമായ ഉദ്ദേശത്തിൻ്റെ പേരിൽ നീ ഒരിക്കലും ഖേദിക്കരുത്. വലാ തന്തം അലാ സ്വഫാഇ ഖൽബിക. നിൻ്റെ ഹൃദയവിശുദ്ധിയുടെ പേരിൽ നീ ഒരിക്കലും ഖേദിക്കരുത്. നീ നിൻ്റെ നല്ല ഉദ്ദേശത്തിൻ്റെ പേരിലും ഹൃദയവിശുദ്ധിയുടെ പേരിലും ഖേദിക്കരുത്. നല്ല ഉദ്ദേശം വിചാരിച്ചുകൊണ്ടൊരു കാര്യം ചെയ്തു, പക്ഷേ അത് നഷ്ടത്തിലായിപ്പോയി, അല്ലെങ്കിൽ വിചാരിച്ച സ്ഥലത്ത് അത് എത്തിക്കാൻ പറ്റിയില്ല. സ്വാഭാവികമായി വരാൻ സാധ്യതയുള്ള ഖേദം, അങ്ങനെ ഒരിക്കലും നീ ഖേദിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ ഹൃദയവിശുദ്ധി. പലരും കുരുട്ടുബുദ്ധിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവുമൊക്കെ നടത്തുമ്പോൾ ഹൃദയവിശുദ്ധിയുള്ള, ആരോടും ഒരു പകയും വിദ്വേഷവും ഇല്ലാത്ത, നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട്, നല്ല ഹൃദയത്തോടു കൂടിയിട്ട് ഒരാളിൽ പ്രവൃത്തി ചെയ്യുമ്പം ഒരുപക്ഷെ അതിലും വീഴ്ചകളും അതുപോലെ തന്നെ വിജയത്തിലെത്താൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ ഖേദം വരാം. അതിലും നിൻ്റെ ഹൃദയ വിശുദ്ധി കാരണത്താൽ സംഭവിച്ച എന്താണെങ്കിലും അതിൻ്റെ പേരിലും നീ ഖേദിക്കരുത് എന്നാണ് ഈ ജ്ഞാനി പറഞ്ഞത്. വലാ നഖായി റൂഹിക. നിൻ്റെ ആത്മാവ്, അതിൻ്റെ വിശുദ്ധിയുടെ മേൽ ഒരിക്കലും നിനക്ക് ഖേദം വരാൻ പാടില്ല. വതീബത്തിക്ക. അതേപോലെ തന്നെ നിൻ്റെ നല്ല നടത്തിപ്പിൻ്റെ പേരിലും നിനക്കൊരിക്കലും ഖേദം വരാൻ പാടില്ല. നിൻ്റെ ആത്മാവ് അഥവാ നീ ഇതിൽ കാണിച്ച ആത്മവിശുദ്ധി, അതിലും അതുപോലെ തന്നെ അത് നന്നായി നടത്താൻ വേണ്ടിയിട്ട് നിൻ്റെ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ്, അതൊക്കെ നീ ചെയ്തിട്ടും പദ്ധതി പരാജയപ്പെടുമ്പോൾ ഖേദമുണ്ടാകരുത്, ഖേദിച്ച് പോകരുത്. ലി അന്ന തിൽക്ക ന്യാമുൻ. കാരണം അത് ഒരു നിയമത്താണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അത്. യുഹരിമു മിൻഹൽ കസീർ. അധിക ആളുകൾക്കും അത് തടയപ്പെട്ടിട്ടുണ്ട്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ, നല്ല നിയ്യത്ത്, അതുപോലെ തന്നെ ഹൃദയവിശുദ്ധി, അതുപോലെ തന്നെ ആത്മീയമായ അതിൻ്റെ പങ്കാളിത്തം, നല്ല നിലക്കുള്ള നടത്തിപ്പ്, ഇതൊന്നും അധികം ആളുകൾക്കും കിട്ടിയിട്ടില്ല. അധികം ആളുകൾക്കും തടയപ്പെട്ടിട്ടുള്ള നിഅമത്തുകളാകുന്നു, അനുഗ്രഹങ്ങളാകുന്നു ഇതെല്ലാം തന്നെ. അതുകൊണ്ട് നീ ഒരിക്കലും ഖേദിക്കരുത്. എന്താ ചെയ്യേണ്ടത്? ഫഖുൽ. അപ്പോൾ നീ പറയണം അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി, അല്ലദീ വഹബനി, എനിക്ക് ഇതെല്ലാം നൽകിയിട്ടുള്ള. നമ്മൾ പറയേണ്ടത് ഇതെല്ലാം എനിക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവെ നിനക്ക് സ്തുതി. മാലം യഹബ് കസീറം മിനൽ ബശർ. അധിക മനുഷ്യന്മാർക്കും നീ ഇത് നൽകിയിട്ടില്ല, അധിക ആളുകൾക്കും നീ നൽകിയിട്ടില്ലാത്ത ഇതെല്ലാം തന്നെ എനിക്ക് തന്ന എൻ്റെ രക്ഷിതാവെ നിനക്ക് സ്തുതി, അൽഹംദുലില്ലാ എന്നാണ് നീ പറയേണ്ടത് എന്നാണ് നമുക്ക് ഈ ജ്ഞാനി പകർന്നു തരുന്ന വിജ്ഞാനം. അതുകൊണ്ട് നാം നല്ല നിലക്ക് തുടങ്ങിയ, നല്ല ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ, ഹൃദയവിശുദ്ധിയോടുകൂടി ചെയ്ത, ആത്മാവിൻ്റെ ചൈതന്യം പരമാവധി സന്നിവേശിപ്പിച്ചുകൊണ്ട് ചെയ്ത കാര്യം, അതോടൊപ്പം നല്ല സ്വഭാവത്തിൽ, നല്ല രീതിയിൽ, നല്ല നടത്തിപ്പിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു എന്ന നിലക്കുള്ള ആ തരത്തിലൊക്കെ ചെയ്തിട്ടുള്ള സംഗതി എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോഴേക്കും നമുക്ക് ഖേദം വരരുത്. ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചല്ലോ എന്ന നിലക്ക്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ നിഅമത്തുകളാണ്, അത് എനിക്ക് കിട്ടി എന്ന വിചാരത്തിലും, ഒപ്പം തന്നെ അള്ളാഹുവോട് അതിൻ്റെ പേരിൽ സ്തുതി പറയുന്ന അവസ്ഥയിലും നാം ഒരിക്കലും പുറകോട്ട് വരരുത്. നാം പറയേണ്ടത് വഖുൽ അൽഹംദുലില്ലാഹില്ലദീ വഹബനി മാലം യഹബ് കസീറൻ മിനൽ ബശർ. അധികം ആളുകൾക്കും കിട്ടാത്ത ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നൽകിയ അള്ളാഹുവെ നിനക്ക് സ്തുതി എന്നാണ്. അവിടെയും അള്ളാഹുവിനെ മനസ്സിരുത്താനും
അതുപോലെ തന്നെ അള്ളാഹുവിന് സ്തുതി പറയാനും നമുക്ക് സാധിച്ചാൽ നാം വിജയിച്ചു. അള്ളാഹു നമ്മളെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.